സെൻസെക്സ് 20,000 ലെവലിൽ ഒക്ടോബർ നവംബർ 2007 ഇരുന്ന സമയത്താണ് അദ്ദേഹം വാങ്ങിയത്. അരിവ TNT, L&T, റിലയൻസ് ഇൻഡസ്ട്രീസ്, റിലയൻസ് പെട്രോ, പിന്നെ മഹീന്ദ്ര സത്യം അദ്ദേഹം 2009 ഓഗസ്റ്റിലും വാങ്ങിയിരിക്കുന്നത്. അരേവ TNT ഇൻഡസ്ട്രിയൽ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വളരെ നല്ല പവർ സെക്ടറിലൊക്കെ വളരെയധികം സ്കോപ്പുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അരേവ TNT ഇദ്ദേഹം ഇപ്പോഴത്തെ കറണ്ട് ലെവലിലും ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ദെൻ L&Tയിൽ 1664 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ലെവലിൽ നോക്കിയിട്ട് ഒന്ന് വേണമെങ്കിൽ സെൽ ഓഫ് ചെയ്തിട്ട് അഗൈൻ ബൈബാക്ക് ചെയ്യാം. അതിൽ ഈ 664 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് റീസെൻ്റായിട്ട് അവർ കുറച്ച് സ്റ്റോക്ക് സെല്ല് ചെയ്തു. 1,50 crore സ്റ്റോക്ക് റിലയൻസ് പെട്രോളിയം ട്രസ്റ്റ് സെല്ല് ചെയ്തെന്നൊരു ന്യൂസൊക്കെ വ്യാഴാഴ്ച ഈ സ്റ്റോക്ക് വളരെയധികം താഴെ 4% താഴെ വന്നിരുന്നു. ഏകദേശം 3,100 കോടിയുടെ അടുത്ത് അവർ ഫണ്ട് കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതൊരു ചെറിയ നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. പക്ഷേ ഫ്രൈഡേ കുറച്ച് മാർക്കറ്റ് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ റിലയൻസ് ഇൻഡസ്ട്രീസ് ഹോൾഡിംഗ് ഇപ്പോൾ കറന്റ് പ്രൈസ് അനുസരിച്ച് 24% ഡൗൺ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം എല്ലാ സ്റ്റോക്കുകളും വളരെയധികം ഡൗണിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്നതന്നെയാണ്. ഇദ്ദേഹം ഫർദർ ഈ സ്റ്റോക്കുകളൊക്കെ വളരെയധികം താഴേക്ക് വന്നിരുന്ന സ്റ്റോക്കാണ്. പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബാക്കപ്പ് ഫണ്ട് എപ്പോഴും കാണണം. ഇദ്ദേഹത്തിന് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെയധികം താഴെ വന്ന സ്റ്റോക്കുകളാണ്. അദ്ദേഹം ആ ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരുന്നതാണ് ഇതിനകത്ത് ഇത്രയും ഇപ്പോഴും ഈ ഡൗൺ സൈഡിൽ നിൽക്കാനുള്ളൂ. കാരണം പലരും മാർക്കറ്റ് വാച്ചിലൂടെ നമ്മൾ ഈ 2008 ഏറ്റവും ഹയർ ലെവലിൽ 21,000 എൻട്രി ചെയ്തവർക്ക് പോലും നല്ല റെക്കമെൻഡേഷൻ നമ്മൾ കൊടുത്തിരുന്നു. ബൈ ചെയ്തിട്ട് അവർക്ക് ആവറേജ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ എപ്പോഴും നിക്ഷേപത്തിന് പരിഗണിക്കുമ്പോൾ നമ്മൾ ബൈ ചെയ്ത സ്റ്റോക്ക് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ ഓരോ കറക്ഷൻ വരുമ്പോൾ അതിനകത്ത് ആവറേജ് പ്രത്യേകിച്ച് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡൗൺ വരുമ്പോൾ ഡിസ്ട്രസ് സെല്ലിംഗ് എന്ന് പറയുന്ന രീതിയിൽ വരുമ്പോൾ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കണ്ടിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആവറേജ് ചെയ്യണം എപ്പോഴും. ദെൻ മഹീന്ദ്ര സത്യം ഇപ്പോഴത്തെ കറണ്ടിൽ 125 ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് വളരെയധികം നന്നായി പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഫ്രഷ് ബൈയിങ് എനിക്ക് തോന്നുന്നു 100 ലെവൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ബൈയിങ്. 110 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഒരു സേഫ് ബൈയിങ് എന്ന് പറയുന്നത് 100 ലെവലാണ്. ആ ലെവലിൽ നോക്കി ബൈയിങ് നടക്കാം. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളൊക്കെ തന്നെ എല്ലാം വളരെ നല്ല സ്റ്റോക്കുകളാണ്. അദ്ദേഹം ആവറേജ് ചെയ്തില്ല എന്നുള്ളൊരു മിസ്റ്റേക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വളരെ നല്ല ഗെയിൻ കിട്ടാനുള്ള സാധ്യത സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അടുത്ത ശ്രീ അശോക് കുമാറിൻ്റെ കത്താണ്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് യൂണിടെക്, സുസ്ലോൺ, പുഞ്ച് ലോയിഡ്, JP അസോസിയേറ്റ്സ്. ഇതിനകത്ത് ചോയ്സസ് ഒക്കെ തന്നെ നല്ല യൂണിടെക്കിൽ 115.50 ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ മുകളിലേക്ക് പോകുള്ളൂ. ആ ലെവലുകൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക യൂണിടെക്. ദെൻ സുസ്ലോൺ ഇപ്പോഴത്തെ കറണ്ട് ലെവലിലൊക്കെ നമ്മൾ ബൈ റെക്കമെൻഡേഷൻ കൊടുത്താണ്. 100 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം 101 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ 108, ദെൻ 116 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. അതിൽ പുഞ്ച് ലോയിഡ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. JP അസോസിയേറ്റ്സ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു ഓഹരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയായി മാറാനുള്ള സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ അതുപോലെ ഗെയിലിനൊക്കെയാണ് ഇവർ കോൺട്രാക്ടർ. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് വളരെയധികം നന്നായി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. 257 ലെവലിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു കറക്ഷൻ വരുമ്പോൾ 230 to 220 ലെവലിൽ വരുമ്പോൾ സ്റ്റോക്കിൽ റീ എൻട്രി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ എല്ലാം നല്ലതാണ്. ഇടയ്ക്കൊരു കിട്ടുന്നത് പ്രത്യേകിച്ച് സുസ്ലോൺ അതുപോലെ യൂണിടെക് ഒക്കെ വളരെയധികം വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഒരു ട്രേഡിംഗ് കൂടി നടത്തുന്നത് നല്ലതായിരിക്കും. ഡേ ട്രേഡിംഗ് അല്ല, ഒരു ഹയർ ലെവലിൽ വരുമ്പോൾ സ്റ്റോക്ക് സെല് ചെയ്തിട്ടൊന്ന് മാറുക, എഗൈൻ ഒരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ശ്രീ രാജീവ് വേണുഗോപാലിൻ്റെ കത്ത്. സെസഗോവ, HCL ടെക്, JP അസോസിയേറ്റ്സ്, NHPC, രേണുക ഷുഗർ. വളരെ നല്ല പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹത്തിൻ്റെ. ഇതിനകത്ത് സെസഗോവ ഇന്ത്യയിലെ ലാർജസ്റ്റ് അയൺ ഓർ എക്സ്പോർട്ടറാണ്, അയൺ ഓർ പ്രൊഡ്യൂസറാണ്. ഗോവ, ഒറീസയൊക്കെയാണ് ഇവർ അയൺ ഓർ മൈനിങ് ഉള്ളത്. ഇപ്പോഴത്തെ ലെവൽ ഒരു 278 എന്ന് പറയുന്നത് കുറച്ചൊരു ഹയർ ലെവലിലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഓഹരിയാണ്. പക്ഷേ അടുത്തൊരു കറക്ഷനിൽ 240 ലെവലിൽ പലപ്പോഴും സെസഗോവ നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ്. അടുത്തൊരു കറക്ഷനിൽ സെസഗോവയിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. HCL ടെക്നോളജിയാണ് ഇന്ത്യയിലെ 5th ലാർജസ്റ്റ് ഗ്ലോബൽ IT സർവീസസ് കമ്പനിയാണ് HCL ടെക്നോളജീസ്. ഇപ്പോഴത്തെ ഇതിനകത്ത് ടെക്നോളജി ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ BPO സർവീസ് മേഖലകളിലൊക്കെ ശക്തമായ സാന്നിധ്യമുള്ള സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ 322 ലെവൽ 339 ലെവലിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 322 ലെവലിൽ വരുമ്പോൾ അതുപോലെ 307 ഈ 2 ലെവലിൽ വരുമ്പോൾ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു സേഫ് ബെറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. വളരെയധികം വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്കാണ്. 352 ലെവലിന് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 322 ആൻഡ് 307 എന്ന് പറയുന്ന 2 ലെവൽ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഓഹരിയാണ്. ദെൻ JP അസോസിയേറ്റ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
ദെൻ NHPC ആണ്. NHPC ഇപ്പോൾ പബ്ലിക് ഇഷ്യൂ കഴിഞ്ഞാണ് 35 ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. 32 ലെവൽ ഒരു സേഫ് ബെറ്റാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഓഹരിയാണ്. ശ്രീ രേണുക ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. രേണുക ഷുഗറും കർണാടകയാണ് മെയിൻ ബേസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ സ്റ്റോക്കും അടുത്തൊരു കറക്ഷനിൽ 184 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരുമ്പോൾ അതുപോലെ 171 ഈ 2 ലെവൽ നിക്ഷേപങ്ങൾ ഓർക്കുക. ഈ ലെവലിൽ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ബൈങ് വളരെയധികം അഡ്വൈസബിൾ ആയിരിക്കും. അതുകൂടാതെ അദ്ദേഹം 50 ലെവലിൽ 100 ബിലോ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ റെക്കമെൻഡേഷൻ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് പരിഗണിക്കാവുന്ന ഓഹരികൾ നവനീത് പബ്ലിക്കേഷൻസ് പരിഗണിക്കാം. അതുപോലെ തന്നെ പെട്രോനെറ്റ് LNG, FDC, GSPL, ദെൻ HCL ടെക്നോളജി ഓൾറെഡി അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ശ്രീ രേണുക ഷുഗർ ഈ സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിൽ പുതിയതായിട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. നിക്ഷേപകർക്ക് ഈ സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ്. എസ്പെഷ്യലി നവനീത് പബ്ലിക്കേഷൻസ്, പെട്രോനെറ്റ്, അതുപോലെ FDC, GSPL ഇത്രയും സ്റ്റോക്കുകൾ വളരെ നല്ലതാണ്. ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത ആഴ്ചത്തെ ലെവലുകളെക്കുറിച്ചും കൂടെ ഭുവനേന്ദ്രൻ ഒരിക്കൽ കൂടി സൂചന നൽകും. 4700 ഏറ്റവും പ്രധാനപ്പെട്ട മേജർ സപ്പോർട്ട് എന്ന് ഭുവനേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പർ ലെവലുകളെക്കുറിച്ച് കൂടി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പർ 4950 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ 5100, 5200 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഹയർ ലെവൽ 4950 മുകളിൽ ഒരു ഹയർ ലെവൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വന്നതിന് ശേഷം ഒരു ലെവൽ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ച് നീങ്ങേണ്ട വാരം. ഒരുപക്ഷെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒരുപക്ഷെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയും പറ്റി പറയാൻ പറ്റുമോ? പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും വന്നിട്ടില്ല. കാരണം ക്ലാരിറ്റി ശരിക്കും മാർക്കറ്റിൽ വന്നിട്ടില്ല. ഇപ്പോഴും മാർക്കറ്റ് ബുള്ളിഷ് ട്രിഗറിൽ തന്നെയാണ് നിൽക്കുന്നത്. 5200 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ചിലപ്പോൾ അഗൈൻ മാർക്കറ്റ് കറക്റ്റ്. അതുകൊണ്ട് റീറ്റെയിൽ നിക്ഷേപകർ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഉള്ള വളരെ നല്ല സ്റ്റോക്കുകൾ നോക്കി ബൈങ് നടത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒരു ലെവൽ ഹയർ ലെവൽ പറയാനുള്ള ഒരു ലെവലായിട്ടില്ല എന്ന് തോന്നുന്നു. വിപണിയിലെ കാളക്കൂറ്റൻ ഇനിയും കുതിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. കത്തയച്ച എല്ലാവർക്കും നന്ദി. ഈ പരിപാടിയിലേക്ക് സംശയങ്ങൾ എഴുതി അറിയിക്കേണ്ടവർക്ക് investment@asianandworld.tv എന്ന ഇമെയിൽ വിലാസമാണ് ഉപയോഗിക്കേണ്ടത്. ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ openhouse@asianandworld.tv എന്ന വിലാസത്തിലും എഴുതി അറിയിക്കുക. തപാലിലാണ് നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, അമ്മൻകോവിൽ ക്രോസ് റോഡ്, കൊച്ചി 35 എന്ന വിലാസത്തിൽ കത്തുകൾ അയയ്ക്കുക. കത്തയച്ച എല്ലാവർക്കും നന്ദി. മാർക്കറ്റ് വാച്ചിൻ്റെ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.